അടുത്ത തവണ UDF സർക്കാർ ഉണ്ടായാൽ കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗായിരിക്കും. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് സർക്കാരിൽ അടുത്ത UDF സർക്കാരാണെന്നുള്ള ഉറപ്പിച്ചു അവർ. കുഞ്ഞാലിക്കുട്ടിയായിരിക്കും രണ്ടാമൻ. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. മാത്രമല്ല അവരത് അർഹിക്കുന്നു. എത്ര കാലമായി അവർ UDF നിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ടും അവർ UDFൻ്റെ കൈവിട്ടില്ല. ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു അയോധ്യ സംഭവം. അപ്പോൾ പോലും അവർ കോൺഗ്രസിനെ വിട്ടില്ല. മാത്രമല്ല കോൺഗ്രസിൻ്റെ പല ഇൻറ്റേർണൽ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതിനൊരു സമയമായി ഉണ്ടാക്കി ഒന്ന് അടങ്ങ് വേലായുധമെന്നൊക്കെ പറയും, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അത് ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ UDF എന്ന മുന്നണിയുടെ ബാക്ക് ബോൺ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ വൈഭവം കൊണ്ടാണ് UDF നിലനിൽക്കുന്നത്. അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ KM മാണി അതിൽ നല്ല കോൺട്രിബ്യൂഷനുള്ള ആളാണ്. UDF K കരുണാകരൻ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന ആളാണ്. ഉമ്മൻചാണ്ടിക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു UDF. ബട്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിന്നെ UDFൻ്റെ നിലനിൽപ്പിൻ്റെ പ്രധാന ആണിക്കല്ല് മുസ്ലിം ലീഗായിട്ട് മാറി. കോൺഗ്രസ്സിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസ്സിൽ ഉള്ളുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതൽ, തനി കോൺഗ്രസ്സുകാർ കുറവേ ഉള്ളൂ. ബട്ട് കോൺഗ്രസ് ചാലിൽ ഉഴുതു വന്നതുകൊണ്ട് ഇനിയിപ്പോൾ മാറാൻ നിർവാഹമില്ല, അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ വിലയുണ്ടാവില്ല. ഇതൊക്കെ കൊണ്ട് കോൺഗ്രസ്സായിട്ട് തുടരുന്ന ആൾക്കാർ, അതിൽ പ്രമുഖനാണ് VD സതീശൻ. ഇന്ന് പിഴച്ചു പോകുന്നു. സുധാകരൻ കോൺഗ്രസ്സുകാരനാണ്, VD സതീശൻ കമ്മ്യൂണിസ്റ്റാണ്. ഇതുകൊണ്ടാണ് സുധാകരൻ കോൺഗ്രസ്സുകാരനാണ്, VD സതീശൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇതുകൊണ്ടാണ് ഇവർ തമ്മിൽ നിരന്തരം സംഘർഷം ഉണ്ടാകുന്നത്. RSS ആണെന്ന് പറയുന്നത്. അതിൻ്റെ അടിയിൽ ഇതാണ്, അങ്ങനെ പറയും. കാരണം യഥാർത്ഥ കോൺഗ്രസ്സുകാരനെ കാണുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവനൊരു സംഘപരിവാറാണല്ലോ എന്ന് തോന്നും. നിങ്ങൾ നോക്ക്, വല്ലഭായ് പട്ടേൽ ഒരു സംഘപരിവാറുകാരനല്ലേ? ആയിരുന്നില്ലല്ലോ ഒരിക്കലും. ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വല്ലഭായ് പട്ടേൽ ആരാണ്? സംഘിയാണ്. ഇതാവുന്നത് ദേശീയതയുള്ള കോൺഗ്രസ്സുകാർ ധാരാളം ഉണ്ടായിരുന്നു കോൺഗ്രസ്. മഹാത്മാഗാന്ധിയുടെ ലൈനിലൊക്കെ വന്ന ആൾക്കാർ ഒക്കെ ദേശീയവാദികളാണ്. അക്കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ അവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റുകാർ, ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഗാന്ധി തൊപ്പി വെച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു, മനസ്സിലായി? അപ്പോൾ ആ നെഹ്റുവിയൻ ആധിപത്യം കോൺഗ്രസ്സിൽ വരികയും ഇവരെല്ലാം സൈഡ് ലൈൻ ചെയ്യപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ നിരാശരായിട്ട് പോവുകയോ ഒക്കെ ചെയ്തു. ഗാന്ധിയന്മാർ എന്ന് പറഞ്ഞൊരു കൂട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം വംശനാശം വന്നു അവരുടെ. നമ്മളുടെ KE മാമൻ, ഉദയഭാനു, ഇതുപോലെ VR കൃഷ്ണൻ എഴുത്തച്ഛൻ, ഇതുപോലെയൊക്കെ കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള കോൺഗ്രസ്സിനോട് അവർക്ക് യോജിപ്പില്ല, തുറന്ന് വിമർശിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഗാന്ധിയന്മാർ. P ഗോപിനാഥൻ നായർ, നമ്മുടെ മാറാട് കേസൊക്കെ ഒതുക്കി തീർത്ത മനുഷ്യൻ, സ്റ്റെർലിംഗ് ക്യാരക്ടേഴ്സ്, ഐഡിയലിസ്റ്റ്, ഇവരൊക്കെ സംഘപരിവാറായിട്ട് മാറി. അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗാന്ധിയന്മാരും RSSകാരും പിന്നെ നക്സലേറ്റും, ഈ 3 ഗ്രൂപ്പുകളാണ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലെത്തുകയൊക്കെ ചെയ്തത്. അതോടെ ഗാന്ധിയന്മാർക്ക് RSSനുള്ള മതിപ്പ് കൂടി. അങ്ങനെയാണ് ഈ പട്ടേലാദികളെല്ലാം, പട്ടേൽ, മദൻ മോഹൻ മാളവ്യ, പണ്ഡിറ്റ് ഗോവിന്ദ് പല്ലപ്പന്ത്, ഇതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ ഒരു സംഘപരിവാർ ആണ് എന്നുള്ളൊരു ധാരണ വന്നു. ആ ധാരണയുടെ അവസാനത്തെ കണിയാണ് ഒരുപക്ഷെ K സുധാകരൻ. യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ RSSകാരനായിട്ട് മുദ്ര കുത്തപ്പെടും കേരളത്തിൽ ഇപ്പോഴും. അതിൽ ഞാണിന്മേൽ കളിച്ച് സമർത്ഥമായിട്ട് നിൽക്കുന്ന, അസാമാന്യമായ സാമർഥ്യം ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. ബട്ട് യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ്റെ ദേശീയത പറഞ്ഞാൽ സംഘപരിവാറായിട്ട് മാറും എന്ന് തിരുവഞ്ചൂരിനെ അറിയാം. അതുകൊണ്ട് അവിടം വരെ പോയിട്ട് അവിടെ വെച്ച് തിരുവഞ്ചൂരിനെതിരെയും CPMകാർ ഈ ആക്ഷേപം പറയുന്നുണ്ട്. പറയും. കാര്യം എന്താണെന്നറിയാമോ?
മദനിയും മഹാത്മാഗാന്ധിയും ഒരുപോലെയാണെന്ന് ദേശാഭിമാനിയിൽ EMS ലേഖനം എഴുതി. അന്ന് ഗാന്ധിയന്മാർ, അന്ന് ഉദയഭാനുമുണ്ട്, കെ ഇ മാമനൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. അവർ പറഞ്ഞു ഞങ്ങൾ EMSൻ്റെ വീടിന് നേർക്ക് മാർച്ച് നടത്തും എന്ന് പറഞ്ഞു. CITU പ്രസ്താവന ഇറക്കി EMSൻ്റെ വീടിന് നേർക്ക് ആര് വന്നു കഴിഞ്ഞാലും ഏത് മാമനായാലും ഉദയഭാനുമായാലും അടിച്ച് കാലൊടിക്കും ഞങ്ങൾ. EMS ഒന്നും മിണ്ടിയുമില്ല. ബട്ട് പിറ്റേ ദിവസം നിയമസഭയിൽ രണ്ടും കൽപ്പിച്ച് പൊട്ടിത്തെറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ശുദ്ധ അസംബന്ധവും പോക്കൃത്തരവും തല്ലുകൊള്ളിത്തരവുമാണ് EMS എഴുതിയിരിക്കുന്നത്. ഇത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നത് തിരുവഞ്ചൂരിന് മാത്രമായിരുന്നു. കാരണം മദനിയെ അനുകൂലിച്ച്, മദനിയെ മഹാത്മാഗാന്ധിയാക്കിയിട്ടാണ് EMS ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ EMSനെ എതിർക്കുക മാത്രമല്ല മദനിയെ എതിർക്കുകയും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന് പ്രായശ്ചിത്തമായിട്ടെന്നോണം പിൽക്കാലത്ത് മദനിക്ക് വേണ്ട ചികിത്സ ജയിലിൽ കൊടുക്കാൻ ഏർപ്പാട് ചെയ്യണം എന്നുള്ള പ്രമേയം അവതരിപ്പിക്കേണ്ട ഗതികേട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഉണ്ടായി. ആ പ്രമേയം സർവ്വസമ്മതമായിട്ട് പാസ്സായി. എല്ലാവരും പറയുന്നത് മദനിയെ ജയിലിൽ നിന്ന് തുറന്നു വിടാൻ ഒരു അസംബ്ലിക്കും പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ ഇല്ലീഗൽ തിങ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ കയറിയിട്ട് നിങ്ങൾ അയാളെ തുറന്നു വിടുമെന്ന് പറഞ്ഞ പ്രമേയം പാസ്സാക്കാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ട ചികിത്സ അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം എന്നാണ്. അത് ഫലത്തിൽ ജയിലിൽ നിന്ന് വിടൽ തന്നെയാണ്. അല്ല, ഈ ഫലത്തിൽ ജയിലിൽ നിന്ന് വിടലും ഇവരുടെ പ്രമേയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് റീഡിങ് ഇൻ ബിറ്റ്വീൻ ലൈൻസ്. തുറന്നു വിടണം എന്ന് പറഞ്ഞല്ല പ്രമേയം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഇല്ലീഗലായ. അതെ അതെ. ദ ഹോൾ MLAs മദനി ഓപ്റ്റ് ചെയ്യുന്ന ആസ്റ്റർ മെഡിസിറ്റിയിലെ ചികിത്സയാണെങ്കിൽ അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ജയിൽ മോചനം തന്നെയാണ്. അയാൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കണം. ഞാൻ നിയമസഭാ റെക്കോർഡ് എടുത്ത് നോക്കി. ഇതിൽ ആ പ്രമേയം വന്നപ്പോൾ സംസാരിച്ചവരുടെയൊക്കെ പ്രമേയം അവതരിപ്പിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഒക്കെ ഡീറ്റെയിൽ ഉണ്ട്. പ്രമേയം അനക്ഷറിലുണ്ട് നിയമസഭാ രേഖകളുടെ. അനക്ഷർ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രമേയം കാണുന്നില്ല. ആ പ്രമേയം ആരോ റെക്കോർഡിൽ നിന്ന് എടുത്ത് കീറിക്കളഞ്ഞിട്ടുണ്ട്. അത് ശരി. ഇറ്റ് ഈസ് നോട്ട് സീൻ. പിന്നെ അത് അത്ര വലിയ കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് വിടുകയും ചെയ്തു. ബാക്കി പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ട് സത്യസന്ധമായിട്ട്. അപ്പോൾ പ്രമേയം ഏറ്റവും താഴെ ഒരു സ്റ്റാർ ഇട്ടിട്ട് പ്രമേയം അന്യത്ര അല്ലെങ്കിൽ അനക്ഷർ 4 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ മേശപ്പുറത്ത് വയ്ക്കാറുണ്ടല്ലോ. 10,000 രൂപയിൽ കൂടുതൽ ശമ്പളമുള്ള ഇന്ന സ്ഥലത്ത് എത്ര പേരുണ്ട്, അപ്പോൾ അത് 150 പേരുണ്ടാകും. അത് നിയമസഭാ രേഖകളുടെ ഭാഗമാണ്. പക്ഷേ അത് രേഖകൾ വായിക്കണ്ടാക്കി കിട്ടില്ല. നമ്മുടെ സ്റ്റാർ ഇട്ടിട്ട് അനക്ഷർ 4, നമ്മൾ അനക്ഷർ 4 എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഈ ലിസ്റ്റ് ഉണ്ടാകും. ഇതുപോലെയാണ് ഈ പ്രമേയങ്ങൾ സംഗതികളൊക്കെ. എനിവേ അതും ആ ദുര്യോഗവും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഉണ്ടായി. അപ്പം ഞാൻ തിരിച്ച് നമുക്ക് ഒറിജിനൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൽ ഇങ്ങനൊരു ഏർപ്പാടില്ല. മുസ്ലിം ലീഗ് അവർ കോൺഗ്രസ്സുകാരോട് ആഭിമുഖ്യമുള്ളവരോ കമ്മ്യൂണിസ്റ്റുകാരോട് ആഭിമുഖ്യമുള്ളവരോ എന്നില്ല. ഐഡിയോളജിക്കലി ആഭിമുഖ്യമില്ല. പല കൊടുക്കൽ വാങ്ങലുകൾ, പൈസ, ബിസിനസ്, അതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പം വലിയ പണക്കാരും ബിസിനസ്സുകാരുമാണ്. പണവും ബിസിനസ്സും ഒന്നും ഇല്ലാത്തൊരു രാഷ്ട്രീയക്കാരനെ അറിയാമോ? സകല രാഷ്ട്രീയ പാർട്ടികളുടെയും അക്രോസ് ദ പാർട്ടി ലൈൻ, ജില്ലാതലം മുതൽ മുകളിലേക്ക് എല്ലാവർക്കും ബിസിനസ്സും കൊടുക്കൽ വാങ്ങലും ഒക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതുകൊണ്ടാണ് ഒന്നും പുറത്തു വരാതെ എല്ലാവരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇതുപോലെ എന്തെങ്കിലും ലീഗിലെ ചില നേതാക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ബൈ ആൻഡ് ലാർജ് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. TG ഇത് പറയുമ്പോൾ TGയെക്കുറിച്ച് പൊതുവെയുള്ളൊരു ആക്ഷേപം ഞാൻ പറയട്ടെ. TG വല്ലാതെ മുസ്ലിം ലീഗിനെ പ്രൊമോട്ട് ചെയ്യുന്ന, വെള്ള പൂശുന്ന ഒരാളാണെന്ന് ഒരാക്ഷേപമുണ്ട്. ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഇത് എന്തും ആക്ഷേപിക്കാം. ഞാൻ മുസ്ലിം ലീഗിനെ പറ്റി ഇത് പറഞ്ഞില്ല എന്ന് വെച്ചോ, TGക്ക് മുസ്ലിം ലീഗിനോട് ഭയങ്കര ദേഷ്യമാണ്, വെറുപ്പാണ് എന്നും പറയാം, ഇല്ലേ? ഫാക്റ്റായിട്ട് പറയണമല്ലേ. ലീഗും BJPയും തമ്മിൽ ഒരു ബാന്ധവം വേണമെന്ന് വാദിച്ച ആളാണ്. അതിൽ ആ ബാന്ധവം നടന്നാൽ നല്ല കാര്യം എന്ന് പറഞ്ഞ് എന്നെ വന്ന് കാണുകയും ഫോൺ ചെയ്യുകയും ചെയ്യാത്ത BJP നേതാക്കളുടെ പേരെന്ന് പറയാം. ഞാനങ്ങനെ അറിയുന്നത് അറിയാവുള്ളൂ. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, പ്രാഗ്മാറ്റിസം, ഇതൊന്നുമില്ല. ഇപ്പോൾ PDPയുമായിട്ട് കാശ്മീരിൽ കൂട്ടുകൂടിയില്ല. അതിലും വലുതൊന്നുമില്ല കേരളത്തിലെ മുസ്ലിം ലീഗ്.
ആണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടി അടുത്ത UDF സർക്കാരിലെ നിർണായക കീ പേഴ്സണായി മാറുമെന്ന് തങ്ങൾ ഇപ്പോഴേ പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നു 2016 UDF അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ അന്ന് മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമായിരുന്നു. 2016. അല്ല, അങ്ങനെ വിജയന് പകരം അങ്ങനെ ഒന്നാമനോ രണ്ടാമനോ ആയി 2026 ലീഗ് വന്നാൽ വല്ലാതെ കമ്മ്യൂണലി ധ്രുവീകരിക്കപ്പെട്ട കേരളത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിനെ എങ്ങനെ ബാധിക്കും? സെക്കുലർ ഫാബ്രിക്കിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മാത്രമല്ല, ആ ബാലൻസിങ് ആക്ട് ചെയ്യാനും മുസ്ലിം ലീഗിനൊരു സാമർഥ്യമുണ്ട്. ഷിഹാബ് അലി തങ്ങളുള്ളപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോഴും അവരുടെ ആ സ്കില്ലിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല. നോക്കുമ്പോൾ ഈ വഖഫ് പ്രശ്നം വന്നപ്പോൾ പാണക്കാട് തങ്ങളും സംഘവും വന്ന് എറണാകുളത്ത് വന്നിട്ട് ബിഷപ്പുമാരെ കണ്ടു. അവർക്കറിയാം ഇതിനൊരു കമ്മ്യൂണൽ ആംഗിളും ഉണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തുമായിക്കോട്ടെ, വഖഫ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, ബട്ട് കമ്മ്യൂണിറ്റി ടു കമ്മ്യൂണിറ്റി ഒരു എനിമിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതെയാക്കുക. നമ്പർ 2, അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിൽ ഷിഫ്റ്റ് ടുവേഴ്സ് BJP. ഈ 2 പോസിബിലിറ്റിയും ഇല്ലാതാക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് ക്രൈസ്തവ സഭ നേതാക്കൾ, പക്ഷേ അതുകൊണ്ട് ആ ഇഷ്യൂ സോൾവ് ആയില്ലെങ്കിലും ഈ ഒരു ഒലീവ് ബ്രാഞ്ച് കാണിക്കുക എന്ന് പറയുമല്ലോ. കിടപ്പാടം പോയിട്ട് ഒലീവ് ഇല കാട്ടിയിട്ട് എന്ത് കാര്യം? കിടപ്പാടം പോയിട്ടില്ല ഇപ്പോഴും. അതിപ്പോൾ തീരുമാനമായ ഇപ്പോഴും ആ ഇഷ്യൂ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇഷ്യൂ സോൾവ് ആയോ ഇല്ല എന്നുള്ളതല്ല. ഇഷ്യൂവിൻ്റെ പേരിലുള്ള കയ്പ് കുറയ്ക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്, അത് ഞാൻ സുനിലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് സംസാരിക്കുന്നു, ഒരു 3 കക്ഷി വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിൽ സംസാരിക്കുന്നതും ഞാൻ സ്വയം സുനിലിൻ്റെ വീട്ടിൽ വന്ന് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ സുനിലിൻ്റെ മുമ്പിൽ ചെറുതാവാൻ തയ്യാറാണെന്നൊരു സിഗ്നലാണത്. വെൻ ഐ കം ആൻഡ് വിസിറ്റ് യു. ഇത് ചെയ്യാനുള്ള സാമർഥ്യം മുസ്ലിം ലീഗിനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതൊരു ഐവാഷല്ലേ? അല്ല, ഐവാഷ് ആയിക്കോട്ടെ. ഐവാഷ് ഈസ് ഓൾസോ ബീയിങ് ഡൺ ബൈ എവരി പാർട്ടി. നിങ്ങൾക്ക് വേണ്ടത് എന്താ? കയ്പ് കുറയ്ക്കുക. കയ്പ് ഇല്ലാതാക്കാൻ പറ്റില്ല, കാരണം അതൊരു ഭൂപ്രശ്നമാണ്. ബട്ട് അതിൻ്റെ പേരിൽ വ്യാപകമായ രീതിയിൽ കയ്പ് ഉണ്ടാവാതെ നോക്കുക. അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. ആ ഇനിഷ്യേറ്റീവ് സഫലമായോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ? ലീഗിൻ്റെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണൽ ബാലൻസ് തെറ്റും. ഇതാണല്ലോ പ്രശ്നം. അല്ല, മുൻകാലങ്ങളിൽ ലീഗിൻ്റെ പ്രാതിനിധ്യമുള്ള സർക്കാരുകൾ വന്നപ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിം പക്ഷത്തേക്ക് പല നിലപാടുകളും മാറിയിട്ടുണ്ട്. ലീഗ് അധികാരത്തിൽ മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്നു കുറച്ച് ദിവസത്തേക്കെങ്കിലും, ഇല്ലേ? അപ്പോൾ അത് ഒരു കാര്യമാക്കണ്ട. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലീഗിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടായ സംവിധാനം നമുക്കറിയാം. ഈ കോൺഗ്രസ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെ ലീഗ് ചെയ്തിട്ടില്ല. കോൺഗ്രസ് ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നോ അതൊക്കെ തന്നെ ലീഗും ചെയ്തിട്ടുള്ളൂ. ഈ CPM വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ CPMൻ്റെ ആൾക്കാരെ കീ പോസ്റ്റുകളിൽ തിരുകും, പിൻവാതിൽ നിയമനം കൊടുക്കും. മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവർ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെ കൊടുക്കും. അല്ല, CPM ചെയ്യുന്നത് ലീഗ് ചെയ്യുന്ന ഒരേപോലെയല്ല. CPM ചെയ്യുന്നത് അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉള്ളവരെയാണ്. ലീഗ് ചെയ്യുന്ന അവരുടെ റിലീജിയസ് അഫിലിയേഷൻ ഉള്ളവരാണ്. അല്ല, പൊളിറ്റിക്കൽ അഫിലിയേഷനാണത്. അവരുടെ ഓഫീസിൽ നോക്കിക്കഴിയുമ്പോൾ നിറയെ മുസ്ലിങ്ങളിരിക്കുന്നു. ബട്ട് അവരിയ്ക്കുന്നത് അവർ മുസ്ലിം ലീഗുകാരായതുകൊണ്ടാണ്. എന്നെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിറയെ ഹിന്ദുക്കളായിരിക്കും. അവർ ഹിന്ദു ആയതുകൊണ്ടല്ല, അവർ RSS ആയതുകൊണ്ട് അവിടെ. CPM ആക്കുമ്പോൾ അവർ ഹിന്ദു ആയതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അല്ല. അതുകൊണ്ട് ആക്കുന്ന CPMകാരിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടാവും. അതൊരു വ്യത്യാസമുണ്ട്. മുസ്ലിം ലീഗ് ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ മന്ത്രി വരുമ്പോൾ ഗംഗ എന്ന് പേരുള്ള വീട്ടിൽ താമസിക്കൂല. വേണ്ട, അയാൾ വേറെ വീട്ടിൽ താമസിച്ചോട്ടെ. അതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ആ മെസ്സേജൊക്കെ അവർ കൊടുത്തു കഴിഞ്ഞില്ലേ ഓൾറെഡി? അത് വീണ്ടും ആവർത്തിക്കില്ലേ? അല്ല, ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും അവർ വിളക്ക് കൊളുത്താറില്ല. പലവിധ നാടകങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഈ നാടകങ്ങൾക്ക് അർത്ഥമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ആ നാടകങ്ങൾ കൊടിയടയാളമായിട്ടുള്ളൊരു പാർട്ടി കേരളം ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പ്രതീക്ഷിക്കുന്നത്
അവർ കുറച്ചുകൂടെ മയപ്പെടുന്നതാണ്. സപ്പോസ് കോൺഗ്രസ് അവർക്ക് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്യുന്നു എന്ന് വെച്ചു, ആദ്യം ഡിഫെൻസീവിലാകുന്നത് ലീഗായിരിക്കും. അവർ പറയും നമുക്ക് മുഖ്യമന്ത്രി പദം അവർ സമ്മതിച്ചിരിക്കുന്നു, വി മസ്റ്റ് ബി കെയർഫുൾ, വി മസ്റ്റ് ബി വെരി കെയർഫുൾ. ദിസ് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് ജിന്ന, ഓർമ്മയുണ്ടോ? അതാണ് ഒരുപക്ഷെ വലിയൊരു മഹാപാപമായി പോയി അദ്വാനിയോട് ചെയ്തത്. പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞിട്ട് ജിന്ന പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ജോയിൻറ്റ് പാർലമെൻറ്റ്, അവരുടെ അതിന് വേറൊരു പേരാണ് പാർലമെൻറ്റ് എന്നല്ല, അതിൽ ചെയ്ത ആദ്യ പ്രസംഗത്തിൽ ജിന്ന പറഞ്ഞത് നമ്മൾ കഴിഞ്ഞതെല്ലാം മറക്കണം, സെക്യുലറായിരിക്കണം, ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ സംരക്ഷിക്കണം, നമുക്ക് പാകിസ്ഥാൻ വേണമായിരുന്നു, പാകിസ്ഥാൻ കിട്ടി, അതിൻ്റെ പേരിൽ ഒരുപാട് ചോരച്ചുരിച്ചിലുണ്ടായി, ബസ് ആപ് ഖത്തം കറു. ആ പ്രസംഗം പ്രസിദ്ധമായ പ്രസംഗമാണ്. ഹി വാസ് റാഡിക്കലി ചേഞ്ച്ഡ് മാൻ. വൺസ് നിങ്ങൾ ഈ ഒരുപാട് ആഗ്രഹിച്ച സാധനം കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു തലത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? ഒരുപാട് കൊതിച്ച സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് പെട്ടെന്ന് അതിൻ്റെ വാല്യൂ ഒന്ന് കുറയുകയും വിവേകം തിരിച്ചു വരികയും ചെയ്യും. അതുവരെ ഭ്രാന്തമായിട്ട് നിങ്ങൾ പിന്തുടർന്ന ലക്ഷ്യം എന്തായിരുന്നോ ആ ലക്ഷ്യം സാധിച്ചു കഴിയുമ്പോൾ ലക്ഷ്യത്തിൻ്റെ വില ഒന്ന് കുറയുകയും നിങ്ങൾക്ക് വിവേകം വരികയും ചെയ്യും. അതായത് TG പറയുന്നത് ലീഗ് കേരളം ഭരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണ്. കുഴപ്പമൊന്നും വരുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഈ ലീഗുകാർക്ക് തോന്നുന്നില്ലല്ലോ BJP ഇന്ത്യ ഭരിച്ചാലും കുഴപ്പമൊന്നും വരില്ല എന്ന്. ലീഗുകാർക്ക് അങ്ങനെ തോന്നുന്നു, അതൊന്നും അവരുടെ ഉള്ളിലില്ല. നിന്ന് പിഴയ്ക്കാനായിട്ട് കുറേ BJP വിരോധം പറയുന്നതല്ലേ. ഞാൻ പറയട്ടെ, പാണക്കാട് ഇപ്പോഴുള്ള പണ്ടുള്ള തങ്ങളൊക്കെ എടുത്തു നോക്കും. ആരെങ്കിലും മോദിയെ നരാധമൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഫാസിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ടോ? RSSനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗ്? ഇല്ല. ഈ അറ്റാക്ക് ചെയ്യുന്ന മുഴുവൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്തായിരിക്കും ലീഗ് ചെയ്യാത്തത്? കേരള കോൺഗ്രസ്. കാരണം ഇത് അങ്ങനെയല്ല എന്ന് അവർക്കറിയാം. ആ ബോധ്യമുണ്ടോ ലീഗിന്? പിന്നെ എങ്ങനെ അറിയാം? എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, കേരളത്തിൽ എന്തുകൊണ്ടാണ് സംഘപരിവാർ മുസ്ലിം ലീഗ് സംഘർഷം ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ്? ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? എന്താ ഉണ്ടാവാത്തത്? They know RSS and RSS know them. അതുപോലെ KM മാണിയെ എടുത്ത് നോക്കുക. ഇപ്പോൾ KM മാണിയുടെ മകൻ അങ്ങനെ ഒരു വലിയ ഡയലോഗ് അടിക്കുന്ന ആളൊന്നുമല്ല. KM മാണി ഒരിക്കലും RSSനെ വിമർശിച്ചിട്ടില്ല, മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല, ചെയ്യില്ല, അവർക്കറിയാം. അതേസമയം ക്രൈസ്തവ സഭ അതിൻ്റെ നേതാക്കന്മാർ ഒരു 10-15 വർഷം മുമ്പ് വരെ ഇത് പറയുമായിരുന്നു, RSSും ISISും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പിന്നെ അവരത് നിർത്തി. അവർക്ക് മനസ്സിലായി ഇതങ്ങനെയല്ല, ഈ നാണയം തന്നെ വേറെ വേറെയാണ്, രണ്ട് വശങ്ങളോ പോട്ടെ, രണ്ടും രണ്ട് നാണയമാണ്. ഇറ്റ്സ് ഓൾ ചേഞ്ച്. അതുകൊണ്ട് മുസ്ലിം ലീഗിനോട് സംഘപരിവാറിനോട് മുസ്ലിം ലീഗിനോ ഈ പറയണമാതിരി വലിയൊരു വൈരാഗ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ മുസ്ലിം ലീഗിനെ പുകഴ്ത്തി പറയുന്നതല്ല, ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഫോർ യു ടു സീ. എത്ര സംഘർഷങ്ങൾ നടന്നു. TGയുടെ വിമർശകർക്ക് TG വീണ്ടും ലീഗിനെ പ്രൈസ് ചെയ്യുന്നു എന്ന് പറയാൻ സി പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് നോക്കൂ. കേരളത്തിൽ ഇപ്പോൾ അടുത്തത് UDF അധികാരത്തിൽ വരും എന്നുള്ള പ്രിസംഷനിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിനെ വെച്ചിട്ടാണ്. ലെഫ്റ്റ് ടു മൈസെൽഫ്, ഞാൻ ആഗ്രഹിക്കുന്നത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു ഈഴവൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. R ശങ്കറിന് ശേഷം ഒരു ഈഴവ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. കോൺഗ്രസ് UDF എന്തുകൊണ്ടുണ്ടായില്ല? കേരളത്തിലെ വലിയൊരു വിഭാഗമാണ് ഈഴവർ. എന്തുകൊണ്ട് കോൺഗ്രസ്സിൽ അവർക്കൊരു സ്ഥാനം കിട്ടുന്നില്ല? അതും R ശങ്കറിന് ശേഷം ഫ്രം 1964 ഓർസോ, ഇത്രയും വർഷമായിട്ട് ഒരു ഈഴവ നേതാവില്ല കോൺഗ്രസ്സിൽ. അതുകൊണ്ട് ലെഫ്റ്റ് മൈസെൽഫ്, അടുത്തത് UDF മന്ത്രിസഭയാണെങ്കിൽ കോൺഗ്രസ്സാണ് അതിനെ ലീഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാവണം. അതല്ല ഇപ്പം ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ പറ്റി സംസാരം വരികയും മുഖ്യമന്ത്രിയല്ലേ ഇതാ ഇരിക്കുന്നതെന്ന് പാണക്കാട് തങ്ങൾ പറയുകയും കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി ഇതൊക്കെ എന്തെന്നുള്ള മട്ടിലൊരു
ശരീരഭാഷ കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ദേ ഡിസേർവ് ദാറ്റ്, യു ക്യാൻ ഗിവ് ദം, ദർ ഇസ് നോ പ്രോബ്ലം, ദാറ്റ് ഈസ് ഓൾസോ എ പൊളിറ്റിക്സ്. ബട്ട് ടോപ്പ് പൊളിറ്റിക്സ് ആയിട്ട് കോൺഗ്രസ്സിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈഴവ മുഖ്യമന്ത്രിയാണ്. അവരാണ്. അടൂർ പ്രകാശ് മാത്രമേ ഉള്ളൂ ആ പാർട്ടിയിൽ ഇപ്പോൾ. അല്ല, അതിപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് യോഗ്യതയുള്ള ആൾക്കാരും വരും. അങ്ങനെ വിചാരിക്കരുത് ഈഴവർക്ക് ആകെ ഒരു അടൂർ പ്രകാശേ ഉള്ളൂ, ബാക്കിയെല്ലാം പ്രളയം. നോ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദാറ്റ് കമ്മ്യൂണിറ്റി. കേരളത്തിന് സംഭവിച്ച, കേരളത്തിലെ പല പാർട്ടികൾക്കും സംഭവിച്ച അപജയത്തിൻ്റെ ഒരു കാരണം അണ്ടർ എസ്റ്റിമേറ്റിംഗ് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അല്ല, കേരള പൊളിറ്റിക്സ് ഫുൾ എടുത്ത് നോക്കും നിങ്ങൾ. ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് വരുമ്പോൾ വെറുതെ ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ഈഴവർ, നായർ, ലത്തീൻ കത്തോലിക്ക, മുസ്ലിം, ഈ 4 തൂണിലാണ് കേരള പൊളിറ്റിക്സ് ഇന്ന് വരെ താങ്ങി നിർത്തപ്പെട്ടതും ഉരുണ്ട് വീഴപ്പെട്ടതും എല്ലാം ഈ 4 ഗ്രൂപ്പ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. CPM-ൻ്റെ മുഖ്യമന്ത്രി ഈ വിഭാഗത്തിൽ നിന്നല്ലേ? CPM-ൻ്റെ മുഖ്യമന്ത്രി ആ വിഭാഗത്തിനാണെന്ന് വ്യാഖ്യാനിച്ചെത്തിക്കാമെന്നേ ഉള്ളൂ. സ്ട്രിക്ട്ലി നോട്ട് ഇൻ ദാറ്റ്. തീയനാണ്. അദ്ദേഹത്തിൻ്റെ ജാതിയെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻ ദ സ്ട്രിക്ട് സെൻസ് അദ്ദേഹം തീയനുമില്ല. അതുപോലെ ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ കാര്യമാണ്. UDF അധികാരത്തിൽ വരുമെന്നാണല്ലോ അടുത്ത തവണ. അപ്പം അതിൽ എന്തുകൊണ്ട് ആലോചിച്ച് നോക്കുക, 64-ന് ശേഷം എത്ര തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നു? ദർ വാസ് നോ ഈഴവ ചീഫ് മിനിസ്റ്റർ. അത്രയ്ക്കും മോശമാണ് ഈഴവ കമ്മ്യൂണിറ്റി. ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. വലിയ കൊടിയ അന്യായം UDF ഈഴവ കമ്മ്യൂണിറ്റിയോട് ചെയ്തു. എന്നിട്ട് ഈഴവർക്ക് വോട്ടില്ല, ഈഴവർക്ക് വോട്ടില്ല, ഈഴവരുടെ വോട്ടെല്ലാം CPM കൊണ്ടുപോയി. നിങ്ങൾക്ക് ഈ ജാതി സമവാക്യങ്ങൾ, നമ്മൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുമെങ്കിലും പൊളിറ്റിക്സിൽ അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണത്തെ എടുത്തു പറഞ്ഞത്. ഈ 4 പേരാണ് കേരള പൊളിറ്റിക്സ് തുടക്കം മുതൽ നിയന്ത്രിച്ചിട്ടുള്ളത്. വീഴ്ത്തിയിട്ടുള്ളതും അവരാണ്, വാഴ്ത്തിയിട്ടുള്ളതും അവരാണ്. ഈ 4 പേരാണ്. കോൺഗ്രസ്സിന് അത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല. സംഭവിച്ചു. ഇപ്പോൾ ഈ സിറ്റുവേഷനിലാണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് വരികയും ഒക്കെ ചെയ്തു. ഏതായാലും ബട്ട് മുഖ്യമന്ത്രിയാവാൻ സർവ്വഥാ യോഗ്യൻ മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. വേറെ ആരാ ഉള്ളത്? വേറെ ഉണ്ടാവാമെന്ന്, അത് മൂത്ത് വരട്ടെ, അപ്പോൾ ആൾ വരും. അപ്പോൾ ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് വെച്ചാൽ ഈ ആ മുന്നണിയുടെ ഡൈനമിക്സ് നോക്കിക്കഴിഞ്ഞാൽ അർഹതയുണ്ട്. അല്ലാതെ അബ്സല്യൂട്ട് തലത്തിലല്ല ഞാൻ പറയുന്നത്. പൊളിറ്റിക്സിൽ കേരള പൊളിറ്റിക്സ് റോൾ എടുക്കുന്നത് UDF-ൻ്റെ ഡൈനമിക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുകയും കൊണ്ടു നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ വലിയ കോൺട്രിബ്യൂഷൻ വഹിച്ച മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം അവർ ചോദിക്കുന്നതിലും തെറ്റില്ല, കൊടുക്കുന്നതിലും തെറ്റില്ല. ഇതിൽ കൊടുത്താൽ ഈ പറഞ്ഞ പോലെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനും പോകുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ദാറ്റ് ഈസ് അനദർ റീഡിങ്. അത് വേറൊരു കാര്യം, എൻറ്റയർലി ഡിഫറെൻറ്റ്. വരാതിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.